ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന മികച്ച 10 AI ടൂളുകൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് അൽഫാൻ ഷാനവാസ്. എൻ്റെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ വെബ്സൈറ്റാണ് കളർ ഹണ്ട് എന്നുള്ള വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ നമുക്ക് ഒരുപാട് കളർ പാലറ്റ്സ് കിട്ടുന്നതാണ്. കളർ കോമ്പിനേഷൻസ് അടങ്ങിയ ഒരുപാട് കളർ പാലറ്റ്സ്. ഈ പാലറ്റ്സ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഡിസൈൻസ് നമുക്ക് ചെയ്യാവുന്നതാണ്. എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് ഈ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു നല്ല കളർ ചൂസ് ചെയ്യുന്നുള്ളത്. ആ ഒരു പ്രശ്നം നമുക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് പരിഹരിക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള നല്ല രീതിയിലുള്ള കളർ കോമ്പിനേഷൻസ് അത് കിട്ടും. ഇപ്പോൾ ഒരു കളർ ചൂസ് ചെയ്താൽ തന്നെ അതിൻ്റെ ഒരു കോമ്പിനേഷൻ കിട്ടാൻ നമ്മൾ ഇച്ചിരി പ്രയാസപ്പെടും. അപ്പോൾ അത് പരിഹരിക്കാനായിട്ടാണ് ഒരു വെബ്സൈറ്റ്. ഹെക്സാഡെസിമൽ കോഡടക്കം അവർ ഈ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ കോഡ് കോപ്പി ചെയ്തിട്ട് നമുക്ക് കളർ എക്സാക്റ്റ് കളർ കിട്ടാവുന്നതാണ്. വെബ്സൈറ്റിൻ്റെ പേര് കളർ ഹണ്ട്. ഇപ്പോൾ ഞാൻ പാലറ്റ് ഉപയോഗിച്ചിട്ട് ഒരു ഡിസൈൻ കാണിച്ചു തരാം. നല്ലൊരു പാലറ്റാണ്, കളർ പാലറ്റാണ്. കണ്ടോ, ഈ കളർ പാലറ്റ് ഉപയോഗിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തത്. ഇനി അടുത്ത വെബ്സൈറ്റാണ് ഹ്യൂമിൻ്റ്. ഇതും കളർ കോമ്പിനേഷൻസ് കിട്ടുന്നൊരു വെബ്സൈറ്റാണ്. ഞാനിവിടെ ലോഞ്ച് എന്നുള്ളൊരു ഇത് ക്ലിക്ക് ചെയ്ത് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് സൈഡിൽ കാണാൻ പറ്റും. വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള കളർ കോമ്പിനേഷൻസ്. വെബ്സൈറ്റിൽ നിൽക്കുമ്പോൾ തന്നെ ഓപ്ഷൻസ് സൈഡിൽ കാണും. മാഗസീൻ, കണ്ട മാഗസീൻ. അടുത്തത് മോണോക്രോമിൻ്റെ പാലറ്റ്സ്. അതുപോലെ തന്നെ എക്സെൻഡ്, പിന്നെ ഗ്രേഡിയൻ്റ് കളർ കോമ്പിനേഷൻസിൻ്റെ ഇതും കണ്ട. പിന്നെ വീണ്ടും കളേഴ്സൊക്കെ 3 കളേഴ്സ് വരും. 3 കളർ ഉപയോഗിച്ചിട്ടുള്ള കോമ്പിനേഷൻസ്. ജനറേറ്റ് വീണ്ടും കൊടുക്കുമ്പോൾ അടുത്ത കളർ കോമ്പിനേഷൻസ് വരും. ജനറേറ്റ് കൊടുക്കുമ്പോൾ ഇനി അടുത്ത ഇലിസ്ട്രേഷൻസിൻ്റെ അത് കൊടുക്കുമ്പോൾ നല്ല ഡിസൈൻസ്, നമുക്ക് നല്ല കളർ കോമ്പിനേഷൻസ് കിട്ടുന്നതാണ്. ഇനി അടുത്തത് ബൂട്ട് സ്ട്രാപ്പ്. CSS ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കളർ പാലറ്റ്സുകൾ, കളർ കോമ്പിനേഷൻസ് കിട്ടുന്നതാണ്. അത് ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ട് UX UI ഡിസൈൻ ചെയ്യാനായിട്ട് സഹായിക്കും. ഇത്രയും ജനറേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും കളർ കോമ്പിനേഷൻസ് വെച്ചിട്ട് കിട്ടുന്നതാണ്. ഹ്യൂമിൻ്റ് എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. മാത്രമല്ല, നമ്മളൊരു പടം അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ആ ഇമേജ് എക്സ്ട്രാക്ട് ചെയ്ത് അതിൽ നിന്നുള്ള കുറേ കളേഴ്സ് നമുക്ക് കിട്ടും. ഈ ഇമേജ് വെക്ടറൈസ് ആവും. എന്നിട്ടാണ് ഇതിൽ നിന്ന് കളർ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നത്. അടുത്ത വെബ്സൈറ്റാണ് ഫോണ്ട് ജോയ്. ഈ ഫോണ്ട് ജോയ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഫോണ്ട് പേര് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ മേളിൽ ജനറേറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ട ഫോണ്ട് ഇങ്ങനെ നല്ല രീതിയിലുള്ള ഫോണ്ട് പേഴ്സ് കിട്ടുന്നതാണ്. ഈ ഫോണ്ട് പേഴ്സ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഡിസൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഡിസൈനിൽ അത്യാവശ്യം വേണ്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള അട്രാക്റ്റ് ചെയ്തിട്ടുള്ള ഫോണ്ട് പേഴ്സാണ്. ഫോണ്ട് ചിലപ്പോൾ മോശം രീതിയിലുള്ള ഫോണ്ട് പേരിങ് ചിലപ്പോൾ ആ ഡിസൈനെ തന്നെ നല്ല രീതിയിൽ ബാധിക്കും. ഇപ്പോൾ തന്നെ ഒരു പ്രോഡക്റ്റൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അത്യാവശ്യം പ്രോഡക്റ്റ്, അതുപോലെ തന്നെ ബ്രോഷർ ഫ്ലയേഴ്സൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫോണ്ട് ജോയ് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഫോണ്ട് പേഴ്സ് എടുത്തിട്ട് നമുക്ക് ആ ഡിസൈനിലോട്ട് കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ ഫോൺസ് വേണമെങ്കിൽ ഗൂഗിൾ ഫോൺസ് ഡയറക്റ്റ് ഇട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഗൂഗിൾ ഫോൺസിലോട്ടാണ് പോകുന്നത്. ആ ഫോൺസ് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി അടുത്ത വെബ്സൈറ്റാണ് ഗൂഗിൾ ഓട്ടോഡ്രോ. ഈ ഗൂഗിൾ ഓട്ടോഡ്രോ വെച്ചിട്ട് ഞാനൊരു കാര്യം കാണിച്ചാൽ, നമുക്ക് ഡ്രോ ചെയ്താൽ എന്തെങ്കിലും ഒന്ന് വരച്ചാൽ അതിന് ആപ്റ്റായിട്ടുള്ള ഡിസൈൻസ് മേളിൽ ഇങ്ങനെ വരും. ഡിഡ് യു മീൻ എന്ന് പറഞ്ഞിട്ട് വരുന്ന ഓപ്ഷൻസ് നിങ്ങൾ കണ്ടോ? ഞാൻ വരയ്ക്കുമ്പോൾ അനുസരിച്ച് ഡിഡ് യു മീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഒരു പശുവിനെയാണ് വരയ്ക്കുന്നത്. ഗൂഗിൾ ഓട്ടോഡ്രോ എന്നാണ് പറയുന്നത്.
ഗൂഗിളിൻ്റെ തന്നെയാണ്, ഗൂഗിൾ ലാബ്സ് വികസിപ്പിച്ചെടുത്തൊരു ടൂളാണ് ഓട്ടോഡ്രോ. ഇപ്പം ഞാനൊരു പശുവിനെയാണ് വരച്ചത്. ഡിഡ് യു മീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ പശു ഇതാണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ക്ലിപ്പാർട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ക്ലിപ്പാർട്ട് ഐക്കൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഗൂഗിൾ ഓട്ടോഡ്രോ. അങ്ങനെ മീനെ വരയ്ക്കുകയാണ്. ചില ചിത്രങ്ങൾ വരച്ചാൽ കറക്റ്റ് ആപ്റ്റായിട്ടുള്ളത് കിട്ടത്തില്ല. അപ്ഡേറ്റഡ് വെർഷനിൽ ഇനി വരുമായിരിക്കും. മീനിൻ്റെ അത് വരുന്നു. ഞാൻ ഇപ്പോൾ ഒരു ഹാറ്റ് വരയ്ക്കുകയാണ്. ക്ലിപ്പാർട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന വെബ്സൈറ്റാണ്. ഇനി അടുത്തതാണ് റീക്രാഫ്റ്റ് എന്ന് പറഞ്ഞത്. AI ഇമേജ് ജനറേറ്റർ വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഒരു വെക്ടറിലും കിട്ടും, അതുപോലെ തന്നെ പിക്സലിലും കിട്ടും. റാബിറ്റ് ആൻഡ് ടർട്ടിൽ റേസ് എന്ന് കൊടുത്ത് ഞാനിപ്പോൾ ഒരു ഇലിസ്ട്രേഷനാണ് എടുക്കുന്നത്. ഇലിസ്ട്രേഷൻ വെക്ടർ എന്ന് കൊടുക്കുന്നു. റീക്രാഫ്റ്റിൽ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഇമേജ് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അത് വെക്ടർ എന്നുള്ളൊരു ഓപ്ഷൻസ് മാറ്റിയതാണ്. ഇപ്പോൾ ഒരു ഇനി അടുത്ത remove.bg. ഈ വെബ്സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം റിമൂവ് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കിട്ടും. remove.bg എന്നാണ് പറയുന്നത്. മെമ്പർഷിപ്പ് എടുത്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇമേജിൻ്റെ ഹൈ ക്വാളിറ്റി നമുക്കത് കിട്ടും. ക്യാൻവയിലോട്ട് ഡയറക്റ്റ് ലിങ്ക് ഉണ്ട്. ഇനി അടുത്തത് ടെക്സ്റ്റ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നല്ല 3D ടെക്സ്റ്റ് നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം. കുറേ ഇതെല്ലാം പെയ്ഡ് വെർഷൻസ് ആണ്. ചില ഇത് ടെക്സ്റ്റൊക്കെ പെയ്ഡാണ്. പെയ്ഡ് എടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ യെസ് എന്നുള്ളത് എടുത്ത് ഞാനിപ്പോൾ കൊടുക്കുന്നത് യൂട്യൂബ് എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് നമുക്ക് ഈ ടെക്സ്റ്റുകൾ വെച്ചിട്ട് നമുക്ക് കിടിലം യൂട്യൂബ് തംബ്നെയിൽസ് നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബ്രോഷറിലോ ഫ്ലയറിലോ കാർഡ്സിലെല്ലാം ബിസിനസ് കാർഡ്സിലൊക്കെ ഡിസൈൻ ചെയ്യാവുന്നതാണ്. 3D ഡിസൈൻസ് നമുക്കത് കിട്ടും. അതിന് തന്നെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. താഴെ തന്നെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. PNG ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ, JPG ആയിട്ട് എടുക്കാം. ഞാൻ ഡൗൺലോഡ് ചെയ്ത് PNG ആയിട്ട് എടുത്താണ്. അടുത്ത ടെക്സ്റ്റ് എടുത്ത് ഇത് ഫ്രീയാണ്. ചിലതെല്ലാം പെയ്ഡാണ്. നമുക്ക് മലയാളം ഒന്ന് കൊടുത്തു നോക്കാം. നമ്മൾ മലയാളം ഫോൺസ് ചിലതൊക്കെ കിട്ടും, ചിലതെല്ലാം വർക്കാവും. ഞാനിപ്പോൾ ഒരു മലയാളം ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഗൂഗിൾ എഴുത്തെടുത്തു. അതിൽ നമുക്കൊരു മലയാളം ടൈപ്പ് ചെയ്തിട്ട് ഫോണ്ട് ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം.
മലയാളം ഒന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് മലയാളം അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കണ്ട മലയാളം വന്നതുണ്ട്. ജസ്റ്റ് മലയാളം. നമുക്ക് നല്ല രീതിയിലുള്ള തംബ്നെയിൽസ് ഡിസൈൻ ചെയ്യാം, തംബ്നെയിൽസ് അത് ഉൾപ്പെടുത്താം. വേണ്ട മലയാളം വേറെ ഫോണ്ട് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് ഫോണ്ട് സെർച്ചിൽ മലയാളം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇത്ര ഫോൺസ് കിട്ടും. ചില ഫോൺസ് ഒന്നും കറക്റ്റായിട്ട് വർക്ക് ആവത്തില്ല. മലയാളം ഇവിടെ മലയാളം ഒന്ന് ടൈപ്പ് ചെയ്തുണ്ട്. നമുക്കത് PNG ആയിട്ടോ JPG ആയിട്ടൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ടെക്സ്റ്റ് റൊട്ടേഷൻ ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, വേണം ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. തംബ്നെയിലൊക്കെ ഡിസൈൻ ചെയ്യാൻ നന്നായിരിക്കും. ഇനി അടുത്ത വെബ്സൈറ്റാണ് design.com. ക്യാൻവ പോലുള്ളൊരു വെബ്സൈറ്റാണ്. ഞാനിപ്പോൾ ഒരു ലോഗോ ഡിസൈൻ ചെയ്യുകയാണ്. വേണ്ട കേക്ക്സ് ആൻഡ് ബൺസ് എന്നാണ് ഞാൻ കൊടുത്തത്. ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു, ഫീൽ ദ റിയൽ ടേസ്റ്റ് എന്ന് പറഞ്ഞു. റീസൈസ് ചെയ്യാനൊക്കെ സാധിക്കും. ക്യാൻവ പോലെ തന്നെ ഒരു വെബ്സൈറ്റാണ് design.com. നമുക്ക് വേണമെങ്കിൽ ഇത് മെമ്പർഷിപ്പ് എടുത്തിട്ട് എടുത്താൽ ഇതിലും നല്ല ക്വാളിറ്റിയുള്ള ഡിസൈന് കിട്ടും തോന്നുന്നു. ഫോണ്ടൊക്കെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഫോണ്ട് ഇനി അടുത്ത് നമുക്ക് ബിസിനസ് കാർഡ്സ് വേണമെങ്കിൽ ഡിസൈൻ ചെയ്ത് നോക്കാം. ഇനി അടുത്ത വെബ്സൈറ്റാണ് പാക്കഡോറ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ്. നമുക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് 3Dയിൽ കാണണമെങ്കിൽ, ഡിസൈൻ ചെയ്ത് കാണണമെങ്കിൽ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റാണ് പാക്കഡോറ എന്ന് പറഞ്ഞത്. 3D റെൻഡറിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഡിസൈൻ ചെയ്ത ലേബലും ആ പ്രോഡക്റ്റ്. ഞാനിപ്പോൾ ഒരു ബോട്ടിൽ സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ വിശദമായിട്ടുള്ള ട്യൂട്ടോറിയൽ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പാക്കഡോറ എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. ഇമേജ് ആ സൈസിനനുസരിച്ച് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുകയാണ്. ആ സൈസിനനുസരിച്ച് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്നത്. ഞാനൊരു ഗ്രേപ്പ് ജ്യൂസിൻ്റെ ഒരു ഇതാണ് എടുത്തിട്ടുള്ളത്, മുന്തിരി നീര്. കണ്ടോ, അത്യാവശ്യം നല്ല സൂപ്പർ വെബ്സൈറ്റാണ് പാക്കഡോറ. ഞാനിപ്പോൾ എടുത്തത് ബോട്ടിൽസിൻ്റെയാണ്. അതല്ലാതെ തന്നെ വേറെ കവേഴ്സ് ഒരുപാടുണ്ട്. കവറ്
ഇത് മറ്റേ ചിപ്സിൻ്റെ പാക്കറ്റ്സ് അതെല്ലാം ഉണ്ട്. നല്ല സൂപ്പർ ഒരു വെബ്സൈറ്റാണ് പാക്ഡോറ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത ലിങ്ക് ഈ കോപ്പി ചെയ്തിട്ട് നമുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഷെയർ ചെയ്യാം, നമുക്ക് ക്ലയൻറ്റിന് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. പാക്ഡോറ എന്നാണ് ആ വെബ്സൈറ്റിൻ്റെ പേര്. ആ സൈസിലാണ് ആ ഇമേജിനെ അപ്ലോഡ് ചെയ്തത്. കണ്ട എന്ത് ഭംഗിയുണ്ട് അത് കാണാൻ. ഇനി അടുത്ത വെബ്സൈറ്റാണ് visme.com. വിസ്മിയും ക്യാൻവ പോലുള്ളൊരു വെബ്സൈറ്റാണ്. AI ജനറേറ്റഡ് വെബ്സൈറ്റാണ്. നമുക്ക് ബിസിനസ് കാർഡ്സ്, ലോഗോ, ബ്രോഷേഴ്സ് എല്ലാം നമുക്ക് ഇതിൽ നിന്ന് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ബ്രോഷർ, സോഷ്യൽ മീഡിയ ടെംപ്ലേറ്റ്സ്, ഒരു ബ്രോഷർ ഡിസൈൻ ചെയ്ത് കാണിക്കുക. ബ്രോഷർ ടെംപ്ലേറ്റ്സ് എടുത്ത് വിസ്മി എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെ വിശദമായിട്ടുള്ള ട്യൂട്ടോറിയൽ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇമേജ് റീസൈസ് ചെയ്ത് എല്ലാ പ്ലാൻസ് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇപ്പോൾ ഇതിൽ നല്ല ക്വാളിറ്റി ഉള്ള ഡിസൈൻസ് നമുക്ക് കിട്ടുന്നതാണ്. ഇതെല്ലാം ഫ്രീയാണ്. ഇമേജ് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.